സമയം എന്താ ഏകദേശം രാവിലെ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ ഈ വെട്ടമൊക്കെ കണ്ട് കഴിഞ്ഞിട്ടപ്പോഴും സൂര്യ നല്ല ഉറക്കമാണേ. നമ്മൾ അൻഡാലി എത്തിയിട്ട് ബസ് സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തിട്ട് ഇപ്പോൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭാഷ ഒരു പ്രശ്നമായി മാറി കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷും അറിയില്ല, നമുക്ക് ടർക്കിഷും അറിയില്ല. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉള്ളതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. ബസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് ഒരു 5 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഏകദേശം 400 ടർക്കിഷ് ലിറയാണ് ആയത്. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 7 പൗണ്ട്, ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ ഒരു 800 രൂപ. അങ്ങനെ ഇതാ ഹോട്ടലിലെത്തി നമ്മൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുവാണ്. ഇത് ആ ഹോട്ടലിലുണ്ടായ പൂച്ചയാണ് കേട്ടോ. ടർക്കിയിലുള്ള പൂച്ചകൾ അത്യാവശ്യം ഫ്രണ്ട്ലി ആണെന്ന് ഏതോ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പൂച്ച അതുപോലെയായിരുന്നു. സൂരജിനെ കണ്ട ഉടനെ അത് മടിയിലേക്ക് ചാടിക്കയറി. അപ്പം ഞാനിവിടെ നിന്ന് പറയുന്നുണ്ട്, ഇത് വല്ല മാൻ്റെ വല്ലതും ചെയ്താൽ നമ്മളാണെങ്കിൽ വേറൊരു രാജ്യത്ത് വന്നേക്കുമല്ലോ, അപ്പോൾ വെറുതെ വള്ളി പിടിക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് പിന്നെ ഇവരൊക്കെ പേടിയാണ്ട് ഞാൻ ഈ പൂച്ച അടുത്ത് വന്നപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെത്താൻ ഇറങ്ങിപ്പോയി കേട്ടോ. നമ്മൾ റൂമിലേക്ക് പോണതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇനി ഇവിടുത്തെ ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ചായയുടെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇവിടെ എന്തോ ഒരു ചില്ലി പോലെ ഇരിക്കുന്നുണ്ട്, ടൊമാറ്റോ ഉണ്ട്, പിന്നെ എഗ്ഗുണ്ട്, പുഴുങ്ങിയ മുട്ട. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായില്ല, മറ്റേ പച്ച കളറിൽ ഒലീവാണെന്ന് മനസ്സിലായി. പിന്നെ ഇതൊക്കെ ചീസും അങ്ങനത്തെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ എല്ലാം എടുത്തു കേട്ടോ, എല്ലാത്തിനും ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചെടുത്തു. ഇത് നമ്മൾ ടർക്കിഷ് ടീ കുടിക്കുവാണ്, സാധാ കട്ടൻ ചായ പോലെ തന്നെ. എന്താ കഴിക്കണിപ്പാ? പിന്നെ ഇവരെ വാങ്ങിച്ചുകൊണ്ട് സംഭവം കഴിക്കാൻ പറ്റും കേട്ടോ, പക്ഷെ നമുക്കറിയില്ല എങ്ങനെ എന്തൊക്കെ പെയർ ചെയ്ത് കഴിക്കാം. ഇനി ഇവിടുത്തെ സ്റ്റാഫ്സ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നേ. റിസപ്ഷനിലുള്ളവരൊക്കെ ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ട് അത് കുറച്ച് ഹെൽപ്ഫുള്ളായി. ഹലോ, അപ്പം നമ്മൾ ടർക്കിയിൽ വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഡേ ആണെന്ന്. നമ്മൾ നമ്മുടെ അന്റാലിയയിലെ ഹോട്ടൽ റൂമിലാണ് ഉള്ളത്. ഇപ്പോൾ ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു ചെരുപ്പ് വാങ്ങാനായിട്ട് ഇറങ്ങാണ് പുറത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം. ഇതാണ് റൂം. ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം. ഇപ്പൊ ഞങ്ങളാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടേക്കുവാണ്. നമ്മൾ ഹോട്ടലിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് പോവാണ്. നമ്മളിതാ 4th ഫ്ലോറിലാണ് ഇപ്പോൾ. ഭയങ്കര ചൂടാണ്, അത് കാരണം എല്ലാ റൂമിലും AC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ടാക്സിയാണ്, മഞ്ഞ കളറാണ് ഇവിടുത്തെ ടാക്സിക്ക്. ഞങ്ങൾക്ക് 2 പേർക്കും ഷൂസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മളിന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന കാരണം ചെരുപ്പ് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ലഗേജ് അലവൻസ് ഒരു 10 kg ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് ഒരു 2 വീക്സോളം നമ്മൾ ടർക്കിയിൽ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് പോയിട്ടുണ്ടായി. അപ്പം അതിൻ്റെ കൂടെ ചെരുപ്പും കൂടി എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ തീരുമാനിച്ചു ഇവിടെ എത്തിയിട്ട് നമ്മൾ ആക്ടിവിറ്റിക്ക് പോകുന്നതിന് മുൻപ് ഇവിടുത്തെ ഏതെങ്കിലും ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാമെന്ന്. നമ്മുടെ നാടുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരുവിധം സാധനങ്ങളൊക്കെ ഭയങ്കര ചീപ്പാണ്. അപ്പോൾ ഒന്ന് ബാർഗെയിനും കൂടി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിലും ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ കിട്ടും.
ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ പോകുന്ന വഴി ഒരു ഐസ്ക്രീം കട കണ്ടപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കുവാണ്. അത് കണ്ടോ, ഐ ലവ് അന്റാലിയ. നമ്മൾ ജസ്റ്റ് ബീച്ചൊന്ന് കാണാൻ എഴുതി പോവാണ്. ബിക്കോസ് നമ്മൾ ആഫ്റ്റർനൂൺ ഇവിടെ ഇനി ഇല്ല. ഞങ്ങളൊരു ടൂർ പാക്കേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വഴിക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് രാത്രി എത്തത്തുള്ളൂ. തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അത് ട്രാം പോണ വഴി കേട്ടോ. ഇത് വന്നിട്ട് അന്റാലിയ ബീച്ച്. അങ്ങനെ തിരയൊന്നും കാണാനില്ല കേട്ടോ ബീച്ചിൽ. ഭയങ്കര ശാന്തമായൊരു ബീച്ച്. സൂര്യ പറയുന്നുണ്ട് പൊളിന്ന്. അപ്പോൾ പൊളിയായിരിക്കും. ഇതാ ഇവിടെ ഫുള്ള് പൂച്ചകളാട്ടോ. പുറത്തിന് അവർ നല്ല ഫ്രണ്ട്ലിയാണ്. എനിക്കൊന്ന് ചൂടായിട്ട് ആ പുല്ലിൽ കിടക്കുവാണ്. അപ്പം ഇതാണ് അന്റാലിയ ബീച്ച്. മൊത്തത്തിലൊരു പച്ച കളറിലെ വെള്ളം അല്ലേ. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഒരു ബോട്ടിംഗ് പാക്കേജ് എടുത്തുകൊണ്ട് ഇതൊന്നും ട്രൈ ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിക്കുകയാണ്, വേറെ ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ് അല്ലേ. അധികം നേരമൊന്നും ബീച്ചിൽ നിൽക്കാൻ പറ്റിയില്ല, കാരണം പൊരി വെയിലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് ജ്യൂസ് കട കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഓറഞ്ച് ജ്യൂസ് വാങ്ങി കഴിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം അത്ര സീൻ ചൂടായിരുന്നു. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ഷവർമ കഴിച്ചിട്ട് നേരെ റൂമിലെത്തി. അങ്ങനെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തപ്പോഴേക്കും നമ്മുടെ പിക്കപ്പ് വണ്ടി എത്തി. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നടക്കാനുണ്ടാവുള്ളൂ ഹോട്ടലിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ഇത് അന്റാലിയ ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകളാണ്. വെയിലിൻ്റെ ഈ ഒരു തീവ്രത ഒഴിച്ചു കഴിഞ്ഞാൽ സ്ഥലം അടിപൊളി സ്ഥലമാണ്. ഇവിടെ സംഭവം നട്ടുച്ചയാണെങ്കിലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയൊക്കെ. പിന്നെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് അഡ്രസാൻ ബേ എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ്. ഇവിടുന്ന് ഒരു 2 hours ഓഫ് ജേർണി ഉണ്ട്. അപ്പം നമ്മളെടുത്ത ഈ പാക്കേജിൽ തന്നെ ഈ പിക്കപ്പും ഇൻക്ലൂഡഡ് ആയിരുന്നു. പിക്കപ്പ് പ്ലസ് ഡിന്നറായിരുന്നു. അപ്പോൾ ഒരു സൺസെറ്റ് ക്രൂയിസ് ട്രിപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഞങ്ങളിതാ ഇവിടെ എത്തി. ഞങ്ങൾ വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഉറക്കമായി. പിന്നെ ഇതാ ഇവിടെ എത്തിയപ്പോഴാണ് ഉറക്കം എണീക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3:30-ക്കാണ്. നമുക്ക് ഈ പാക്കേജിന് ചിലവായിട്ടുള്ളത് ഒരാൾക്ക് 14 പൗണ്ടാണ് ഇൻക്ലൂഡിങ് ഫുഡ്. പിന്നെ നമ്മുടെ പിക്കപ്പ് ലൊക്കേഷൻ കുറച്ച് ദൂരെ ആയതുകൊണ്ട് എക്സ്ട്രാ അതിന് കുറച്ച് പൈസ ആഡ് ചെയ്യേണ്ടി വന്നു. എന്നാലും നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിരുന്നു കിട്ടിയത്. ഇതെല്ലാം നമ്മൾ സെൽഫായിട്ട് തന്നെ ബുക്ക് ചെയ്തതായിരുന്നു കേട്ടോ. അവിടെ ഫ്രണ്ടിൽ ഒരു ചട്ടപ്പൊക്കി നടക്കുന്നതാണ് ആദായ പൊക്കി. ആളാണ് നമ്മുടെ ഗൈഡ്. വണ്ടിച്ചേട്ടൻ മാത്രമല്ല, ചട്ടപ്പൊക്കി നടന്നു കഴിഞ്ഞാൽ ആള് ഗൈഡാണ്. ഇതാണെന്ന് തോന്നുന്നു നമുക്ക് പോകേണ്ട ബോട്ട്. ഇതാൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ അതാണ് നമ്മുടെ കഥാനായിക നടന്നു പോവുകയാണ്. ആളിതെ അവിടെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഇനി ഇതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകാൻ തോന്നുന്നു. എൻ്റെ ഇത് ശരിയാണെങ്കിൽ, ഊഹം ശരിയാണെങ്കിൽ നമ്മൾ പോകുന്നത് ഇതിലാണ്. I don't need your ticket. I will say the whole name. They can pass inside. And when we will back on the trip, your driver will be the back side. Your number is 16. Don't forget, please. Thank you so much. And who is this Salama White? Yes, you are treat. സോ ഓരോരുത്തരുടെ പേരായിട്ട് വിളിക്കാൻ കേട്ടോ. Who is the Jot Ika?
യെസ്. Yes, you are good. Thank you. And who is this? രസമാണ് കേട്ടത്. നടന്നോ? അതെ, നമ്മുടെ ബോട്ടിക്ക് നമ്മൾ കയറുകയാണ്. Excuse me, for dinner service, fish or chicken? ചിക്കൻ സെയിം. ആൻഡ് Excuse me, for ഇവിടെ fish or chicken? അവിടെ വേറെ സെറ്റപ്പ് ഉണ്ട്. സോ ഇതിൽ കൂടെ വേറെ വഴി കാണാനുണ്ട്. ഞങ്ങൾ മുകളിൽ നോക്കിയപ്പോൾ ഒടുക്കത്തെ തിരക്ക്. ഇതാണ് നമ്മുടെ മിനി പാർക്ക് സെറ്റപ്പ്. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്, വാഷ്റൂം ഏരിയ. ദെൻ ഇവിടെ നടക്കില്ല, ഇവിടെ ലോഡ് ആൾക്കാരാണ്. തിരിച്ച് തന്നെ പോകേണ്ടത്. അപ്പോൾ അതാ നമ്മുടെ മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ബോട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾക്ക് മുകളിൽ സീറ്റ് കിട്ടണം എന്നായിരുന്നു, പക്ഷേ നമ്മളൊക്കെ മുന്നേ വന്നവരൊക്കെ അവിടെ ഇരിപ്പായി. പക്ഷെ നമ്മളിപ്പോൾ കിട്ടിയ സ്ഥലം ഓക്കെയാണ്, പക്ഷെ സൈറ്റ് സീയിങ് ഒക്കെ കുറച്ചുകൂടി കുറവായിരിക്കും. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു കോക്ടെയിൽ വാങ്ങിച്ചു കേട്ടോ. കടലിലേക്ക് ചാടാൻ പോവാ. ചാടല്ല, സോ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ ബേയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടവർക്ക് കുളിക്കാം. സാധനം ഒരു തരുട്ടാ, മോട്ടർ പോലത്തെ. അങ്ങനെ സൂരജ് അവിടെ നീന്തി നടക്കുന്നുണ്ട്. ആള് പറഞ്ഞത് അത്ര ഡെപ്ത് ഇല്ല എന്നാണ്. ഞാൻ പിന്നെ നീന്തൽ അറിയാത്തത് കൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോയില്ല. അങ്ങനെ അത്യാവശ്യ സമയം കടലിലൊക്കെ കളിച്ചിട്ട് നമ്മളിതാ ബോട്ടിൽ കയറി. അപ്പോൾ ഇനി നമുക്ക് ഡിന്നർ ടൈമാണ് കേട്ടോ. നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായ ചിക്കൻ മീലായിരുന്നു. ഇപ്പോഴും ആളുകളൊക്കെ കയറിയിട്ടില്ല, സ്റ്റിൽ അവർ ഇതാ അവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡിന്നർ പാക്കേജിൽ അല്ലേ? എങ്ങനെയുണ്ട്? ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡായിരുന്നു. അപ്പം ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് എടുക്കുക, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുക. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഓരോ ബേയിൽ ഇവരിങ്ങനെ നിർത്തും. അപ്പം നമ്മൾ പോകുന്നൊരു മെയിൻ ഐലൻഡിലേക്കാണ്. ടർക്കിഷ് മാൽദീവ്സ് എന്നാണ് പറയുക. ഇതാ കാണുന്ന സംഭവമാണ് സുലുവാഡ ഐലൻഡ്.
ഈ ബോട്ടിൽ അവർ വെക്കുന്ന ഓരോ പാട്ടും ആ വൈബിന് നല്ല മാച്ച് ആയിരുന്നു. പിന്നെ എനിക്ക് ആ പാട്ടുകളൊക്കെ വീഡിയോയിൽ വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ കോപ്പിറൈറ്റ് അടിച്ചാലെന്ന് വെച്ചിട്ട് ഞാനത് ഭയങ്കര ലോ ആക്കിയാണ് ഇട്ടേക്കുന്നത്. നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് പോകുകയാണ് കേട്ടോ, സുലുവല ഐലൻഡ്. അപ്പോൾ ഇതാണ് സുലുവല ഐലൻഡ്. ഇവിടെ നമുക്ക് ഒരു ബേയിൽ ബോട്ട് നിർത്തി തന്നിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വേവ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് ഇത്രയ്ക്ക് വേവ് ഇല്ലായിരുന്നു, ഭയങ്കര കാമായിട്ടുള്ളൊരു സീ ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള വേവ് ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ചിട്ട് നമ്മളിതാ തിരിച്ച് കയറാനുള്ള പ്ലാനാണ്. അപ്പം അതിനു മുമ്പ് ഒരു ഷവർ എടുത്തു. ഞങ്ങൾ ഡൽഹി ട്രിപ്പിൽ ഈ ഒരു ടൂർ പാക്കേജ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അത് ഭയങ്കര വെർത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ ഇന്നത്തെ ഈ ഒരു ക്രൂയിസ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. സൺസെറ്റ് കണ്ടിട്ട് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ ഇവർ ഇറക്കും. സൺസെറ്റൊക്കെ കിട്ടുമെന്നറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്, നല്ലൊരു കാറ്റും. പിന്നെ ആ സൺസെറ്റിൻ്റെ ടൈം ആകുമ്പോൾ സ്കൈ ഒരു ഓറഞ്ച് കളറാവില്ലേ, അതുപോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കുറേ ബോട്ടുകൾ കാണാം. അതൊക്കെ ഇവിടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നേക്കുന്ന ബോട്ടുകളാണ്. നമ്മളിതാ തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം നമ്മൾ ഷോറിലേക്ക് എത്തും. അങ്ങനെ ഇന്നത്തെ ഒരു ആഫ്റ്റർനൂൺ സൺസെറ്റ് ക്രൂയിസ് കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് എത്തിയിരിക്കുകയാണ്. ഇപ്പം ടൈം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ടർക്കിഷ് ടൈം. ഓക്കെ, സോ നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗൈഡൊക്കെ കറക്റ്റ് ടൈമിനോട് എത്തി നടന്നിട്ടാ, നമ്മുടെ ഡ്രൈവർ ചേട്ടനൊക്കെ ഫുൾ ടീമായപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. നമ്മുടെ പാടത്ത് കളിക്കുന്നത് ബീച്ചിൻ്റെ ഇവിടെ കളിക്കണം. ആ ബോട്ടും സൺസെറ്റിൻ്റെ വൈബും സെറ്റപ്പ്. അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. ഇനി ഇതാ തിരിച്ച് ഹോട്ടലിലേക്ക്. ഇവിടെ നിന്നൊരു 2.5 hours ഡ്രൈവ് ഉണ്ട്. അങ്ങനെ ഹോട്ടലിലെത്തി. ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ താഴെയുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഫുഡ് അടിച്ചിട്ട് നേരെ പോയി ഉറങ്ങി. കാരണം നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് വേറൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.